ഹായ് ഓൾ, ബിഗ് ബോസ് മലയാളം സീസൺ 7. ഈ എപ്പിസോഡ് തുടങ്ങിയ തന്നെ ഒരു അടിപൊളി ഐറ്റമായിട്ടായിരുന്നു. അപ്പാനി അക്ബറും ബിന്നിയും ചേർന്ന് ശൈത്യയെ പൊക്കിയെടുത്ത് റെഡ് സോണിൽ വെച്ച് എവിക്റ്റ് ചെയ്യിക്കാനുള്ള ഒരു പരിപാടിയാണ്. എനിക്കത് അടിപൊളി ഒരു ട്രൈ ആയിരുന്നു. ജസ്റ്റ് ആ ഒരു സോണിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ശൈത്യ എഴുന്നേറ്റത്. ഒരു 2-3 സെക്കൻഡ് കൂടെ ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ ശൈത്യ തീർച്ചയായിട്ടും ഔട്ടായേനെ. അവരുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു ട്രൈ ആയിരുന്നു. അടിപൊളി ഒരു ഗെയിം ആയിരുന്നു അവർ നടത്തിയത്. ആരും ട്രൈ ചെയ്യാതെ മാറി നിന്ന് ഗെയിം മൊത്തത്തിൽ ഉഴപ്പി പോവാതെ അവരുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു ട്രൈ ചെയ്ത് ഗെയിം ലൈവായിട്ട് നിർത്താൻ അവർക്ക് സാധിച്ചു. ഇന്നത്തെ മൊത്തം എപ്പിസോഡ് നോക്കിയാൽ രേണുസുതിയെ അനീഷിനെയൊക്കെ വളരെ കുറച്ച് കണ്ട ഒരു ദിവസമായിരുന്നു. അക്ബർ ടാസ്കിനിടയിൽ രേണുസുതിയെ സെപ്റ്റി ടാങ്ക് എന്ന് പെറ്റ് നെയിമായിട്ട് വിളിച്ചിരുന്നു. അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ രേണുസുതി ശ്രമിച്ചതാണ് അവരുടെ ഭാഗത്തുനിന്ന് ആകെ ഉണ്ടായ ഒരു കാര്യം. കേരളത്തിലെ വിധവകളെയും സ്ത്രീകളെയും ഒക്കെ പറ്റിയാണ് അക്ബർ പരാമർശിച്ചത് എന്നുള്ള രീതിയിൽ രേണു പറയാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ ബാക്കിയുള്ളവരത് അങ്ങനെയല്ല എന്ന് രേണുവിനോട് പറഞ്ഞു കൊടുക്കുകയും രേണുവിനെ ആ ഒരു ടാസ്കിനിടയിൽ പറഞ്ഞതാണ്, അല്ലാതെ മൊത്തത്തിൽ എല്ലാവരെയും അടച്ചാക്ഷേപിച്ചതല്ല എന്ന് രേണുവിനോട് പറഞ്ഞു കൊടുത്തു. പിന്നീട് നടന്ന മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു. അതിനകത്ത് പണി സംവാദമായിരുന്നു. റേസിംഗ് സ്റ്റാർ ബാഡ്ജ് കിട്ടിയവരും പിന്നീട് ബാക്കിയുള്ളവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 3 പേരും പരസ്പരം ഉള്ള സംവാദമായിരുന്നു. എന്താണ് അവർക്ക് ബാഡ്ജിനുള്ള അർഹത എന്ന് പരസ്പരം ചലഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു ടാസ്ക്. ബാക്കിയുള്ളവരിൽ നിന്ന് നെവിൻ, ശാരിക, ഒനീൽ എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ജിസേലിനെ നേരിട്ടത് നെവിനായിരുന്നു. ആദില നൂറയോട് സംവദിച്ചത് ശാരികയായിരുന്നു. ആര്യനെ ചലഞ്ച് ചെയ്ത് ഒനീലായിരുന്നു. ഇതിൽ ജിസേലിന് മാത്രമാണ് മറ്റുള്ളവരെ പറഞ്ഞൊന്നും കൺവിൻസ് ചെയ്യിക്കാനോ നല്ല പോയിന്റ്സ് എടുത്ത് സംസാരിക്കാനൊന്നും പറ്റാതെ പോയത്. അതുകൊണ്ട് തന്നെ ജിസേലിന്റെ സ്ഥാനത്തേക്ക് മറ്റുള്ളവർ നെവിനെ സെലക്ട് ചെയ്യായിരുന്നു. ആദില അതുപോലെ തന്നെ ആര്യൻ, ഇവർക്ക് കിട്ടിയ ചലഞ്ച് ഇവർക്ക് നല്ല രീതിയിൽ മറികടക്കാൻ പറ്റി. ജിസലിന് മാത്രമാണ് ബാഡ്ജ് നെവിന് കൊടുക്കേണ്ടി വന്നത്. 72 മണിക്കൂർ നേരത്തേക്ക് ബാഡ്ജ് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. ജിസേലിന്റെ പെട്ടിയും ഡ്രസ്സും ഒക്കെ തിരിച്ചു കൊണ്ടുപോയതോടുകൂടി ആളൊന്ന് പൊട്ടി. എല്ലാവർക്കും കുശുമ്പാണ്, ആരും സപ്പോർട്ട് ചെയ്തില്ല. എല്ലാം ക്രിസ്പായിട്ട് പറഞ്ഞെങ്കിലും കൂടുതൽ ഡയലോഗ് അടിച്ച ആളെയാണ് സപ്പോർട്ട് ചെയ്തത് എന്നുള്ള രീതിയിലെല്ലാം പറഞ്ഞു. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ആ ഒരു ചലഞ്ചിൽ ബിഗ് ബോസ് ഉദ്ദേശിച്ച രീതിയിൽ അത് പ്രസന്റ് ചെയ്തത് നെവിൻ തന്നെയായിരുന്നു. ഇതിനിടയിൽ അവിടെയുള്ള സ്ത്രീകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അനുമോള് പറഞ്ഞൊരു കാര്യമുണ്ട്. അനീഷിനെ പിന്നെ സഹിക്കാൻ പറ്റും, പക്ഷെ മറ്റു ചിലരെ പറ്റില്ല എന്ന് പറഞ്ഞു. അനുമോൾ ഉദ്ദേശിച്ചത് അക്ബറിനെയാണ്. അക്ബറിനെ ഒരു രീതിയിലും സഹിക്കാൻ പറ്റില്ല എന്ന് അനുമോൾ പറഞ്ഞു. പിന്നെ വീക്ക്ലി ടാസ്കിൻ്റെ സെക്കൻഡ് ഡേ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ കോയിൻ കിട്ടിയവർക്ക് മാത്രമാണ് ഇത്തവണ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തവണ ബ്ലാക്ക് കോയിൻസ് ഉണ്ടാവില്ല, പകരം ഡെസ്റ്റിനി കോയിൻ ഉണ്ടാവും. ബസർ ടു ബസറാണ് മത്സരം. ബസർ അടിക്കുമ്പോൾ ഓടി വന്ന് ബോക്സിൽ കൈയിട്ട് കോയിൻസ് കളക്ട് ചെയ്യണം. പല റൗണ്ടായിട്ട് നടന്ന മത്സരത്തിൽ ഒന്നാമതെത്തിയത് അക്ബറാണ്, രണ്ടാമത് അഭിലാഷും. അക്ബർ വിജയിച്ചതുകൊണ്ട് ഡെസ്റ്റിനി കോയിനും ഗോൾഡ് കോയിനിൽ നിന്ന് ഏതെങ്കിലും ഒരു കോയിൻ ചൂസ് ചെയ്യാനുള്ള അവസരം അക്ബറിന് കിട്ടി. അക്ബർ ചൂസ് ചെയ്തത് ഡെസ്റ്റിനി കോയിൻ ആയിരുന്നു. അഭിലാഷിന് ഗോൾഡൻ കോയിനും കിട്ടി. ഡെസ്റ്റിനി കോയിന്റെ പവർ എന്താണെന്ന് വെച്ചാൽ ഈ നൈറ്റ് ടാസ്കിനകത്തുള്ളതിനകത്ത് പുറത്ത് കിടക്കുന്ന ഒരാളെ അകത്തേക്കും അകത്തുനിന്ന് ഒരാളെ പുറത്തേക്കും സ്വാപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അക്ബർ ഷാനവാസിനെ അകത്തേക്ക് വിളിച്ചു, രഞ്ജിത്തിനെ പുറത്തേക്കും വിട്ടു. ഷാനവാസ് പുറത്ത് ഇത്രയും ദിവസം സർവൈവ് ചെയ്തിട്ട് ഒരു മാസ് ഹീറോയെ പോലെ അകത്തേക്ക് വരണ്ട, പകരം തന്റെ ഔദാര്യത്തിൽ അകത്തേക്ക് കയറിയാൽ മതി എന്ന് വിചാരിച്ചത് കൊണ്ടാണെന്നാണ് അക്ബർ പറഞ്ഞത്. അഭിലാഷിന് ഗോൾഡൻ കോയിൻ കിട്ടിയത് കൊണ്ട് നേരത്തെ ഗോൾഡൻ കോയിൻ കിട്ടിയിരുന്ന ഷാനവാസിന് ആ പവർ നഷ്ടമായി. ഗോൾഡൻ കോയിന്റെ പവർ എന്താണെന്ന് വെച്ചാൽ, കൂടാതെ അഭിലാഷിന്റെ ഗോൾഡൻ കോയിന്റെ പവർ ഉപയോഗിച്ച് ഷാനവാസിന്റെ ഗെയിമിലെ പാർട്ട്ണറായ ആര്യൻ എന്നിവരിൽ നിന്ന് ഒരാളെ ഡയറക്റ്റ് ആയിട്ട് നോമിനേഷനിലേക്ക് വിടാൻ അഭിലാഷിന് പറ്റി. അഭിലാഷ് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വിട്ടത് ഷാനവാസിനായിരുന്നു. കഴിഞ്ഞ ദിവസം കൊടുത്ത ടാസ്കുകളിലൊക്കെ ഷാനവാസ് ഭയങ്കര ഉഴപ്പായിട്ടാണ് നിന്നിരുന്നത്. എന്തായാലും ഇപ്പൊ നോമിനേഷനിലേക്ക് വരേണ്ട ആളാണ് എന്ന രീതിയിലാണ് അഭിലാഷ് അതിനൊരു റീസൺ പറഞ്ഞത്. കിച്ചണിലൊരു ടോക്കിനിടയിൽ ഒനീല്, ഷാനവാസ്, അഭിലാഷ് ഇവരിങ്ങനെ സംസാരിക്കുകയായിരുന്നു. ബിന്നി ഒരു വിഷമാണെന്ന് ഒനീല് ഷാനവാസിനോടും അഭിലാഷിനോടും പറയുന്നുണ്ടായിരുന്നു. കൂടാതെ ബിന്നി അവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഷാനവാസും കൂടെ നിന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ബിന്നി ഒരു വിഷമാണോ അതോ നല്ലൊരു പ്ലെയർ ആയിട്ടാണോ? എന്താണേലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കഴിഞ്ഞു പോയ സീസണുകളിലേക്കാളും അവിടെ സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്താൻ വേണ്ടി ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ട്. അനുവാദമില്ലാതെ വെച്ചിരിക്കുന്ന ഡ്രസ്സുകളും മറ്റുമൊക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പല പ്രാവശ്യം വാൺ ചെയ്യുന്നത് കേൾക്കാം. ഒരേ ഡ്രസ്സ് തന്നെ ഇട്ട് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ടാസ്ക് കൊണ്ട് നന്നായിട്ട് വേർക്കും, പിന്നെ സ്മെല്ലുണ്ടാവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചൊറിച്ചിലൊക്കെ വന്നേക്കാം. അതുകൊണ്ട് തന്നെയാണ് പലരും ഡ്രസ്സൊക്കെ നഷ്ടപ്പെടുമ്പോഴും കിട്ടാതെ വരുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുന്നത്. അടുത്തായിട്ട് ഷാനവാസ്, ഇങ്ങനെ പറ്റി കുറച്ച് സംസാരിക്കാനുള്ള ഒരു കക്ഷി തന്നെയാണ്. ആക്ച്വലി പുള്ളിക്കാരൻ തമാശയും സീരിയസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവർക്ക് ആർക്കും ഷാനവാസ് എന്താണെന്നുള്ളത് കറക്റ്റ് ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്നാൽ പുള്ളിനോട്ട് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള കാര്യവും എല്ലാവർക്കും നല്ല ഉറപ്പുമാണ്. ഇപ്പം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പുള്ളി ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതിൽ നിന്ന് തടിതപ്പി പോകണമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ എപ്പിസോഡിൽ മറ്റേ അക്ബറിന്റെ അടുത്ത് ചെന്ന് പുള്ളി ഉറങ്ങിയിട്ടില്ല, ഉറക്കം നടിച്ച് കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞൊരു സംഭവം. ആ ഒരു കാര്യം കറക്റ്റായിട്ട് അക്ബർ ഷാനവാസ് നിൽക്കുമ്പോൾ തന്നെ ബിൻസി
ബിൻസിയോടും ജിസേലിനോടും പറഞ്ഞു കൊടുത്തു. അതായത് ടാസ്കിൽ പുറത്ത് കിടന്ന് ഉറങ്ങുന്നവർ ഔട്ടാവാതിരിക്കാൻ വേണ്ടി പരസ്പരം ഒരു ധാരണയിൽ പോകാമെന്നുള്ളതായിരുന്നു അവർ തമ്മിൽ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഷാനവാസ് ഉറക്കം നടിച്ച് കിടക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ശൈത്യനെ പൊക്കിയെടുത്തുകൊണ്ട് പോയ സമയത്ത് ഷാനവാസ് ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. അതായത് കൂടത്തിൽ നിന്ന് കാല് വാരുകയല്ലേ ചെയ്തതെന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. ഈ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുമ്പോൾ ഷാനവാസ് കിടന്ന് ഉരുളുന്നുണ്ടായിരുന്നു. ടോണിന്റെ മാറ്റം, എടാന്ന് വിളിക്കല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മാത്രം ഫോക്കസ്ഡ് ആയി ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് സ്കിപ്പ് ചെയ്യുന്നത് നമുക്ക് എവിഡന്റ് ആയിരുന്നു. അതെ, ഞാൻ പറഞ്ഞായിരുന്നു. അവർ ചോദിച്ചപ്പോഴത്തേക്ക് സത്യസന്ധമായിട്ട് പറയണ്ടേ. ഇങ്ങനെ നിസ്സാരമായിട്ട് അങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് ഓപ്പോസിറ്റുള്ളവർക്കൊന്നും പറയാൻ പറ്റാതായി പോകും. ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ ഓരോ കാര്യം പറഞ്ഞു വരുമ്പോൾ അത് വളരെ നിസ്സാരമാക്കി കളയുന്ന രീതിയാണ് ഷാനവാസിൻ്റെ. ആ ഒരു കാര്യം പുള്ളിയുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് വേണം കരുതാൻ. പക്ഷെ ആർക്കും പുള്ളിന് അത്ര വിശ്വാസമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഷാനവാസിന് മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും അവിടെ ഒരു വിശ്വാസവും ഇല്ല. വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ബിഗ് ബോസ് കളി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വീക്ക്ലി ടാസ്കിന്റെ ലാസ്റ്റ് സെഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ വെള്ളക്കല്ലും കറുപ്പ് കല്ലും മാത്രമേ ശേഖരിക്കാനുണ്ടായിരുന്നുള്ളൂ. അതിൽ വെള്ളക്കല്ലുകൾ മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. അതിനുശേഷം വീക്ക്ലി ടാസ്കിന്റെ ലാസ്റ്റ് സെഷൻ ആയിരുന്നു. ഇത്തവണ വെള്ളക്കല്ലുകളും കറുപ്പ് കല്ലുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എല്ലാം സിൽവർ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് ഗാർഡൻ ഏരിയയിൽ വിതറിയേക്കുമായിരുന്നു. ഫോയിൽ പേപ്പറിന്റെ അകത്തുള്ള കല്ല് ഏതാണെന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മാക്സിമം കളക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. 15 വെള്ളക്കല്ലുകൾ എടുത്ത് ആര്യനാണ് ഒന്നാമതെത്തിയത്. പക്ഷെ ടോട്ടൽ പോയിന്റ് നോക്കിയപ്പോൾ 37 പോയിന്റുമായി അക്ബറാണ് ഒന്നാമതെത്തിയത്. ആര്യന് 36 പോയിന്റുകൾ ഉണ്ടായിരുന്നു. ടാസ്കിൽ വിജയിച്ച അക്ബറിന് പണിപ്പുരയിൽ കയറാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഒരാളെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്, അക്ബർ. ഷാനവാസിന്റെയും ബിൻസിയുടെ ഒക്കെ ടോക്കിന് ശേഷം ബിൻസിയും ശൈത്യയും ഒരുമിച്ചിരിക്കുമ്പോൾ അക്ബർ ചെന്ന് അവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഷാനവാസിന്റെ ഗെയിമിനെ പറ്റിയും ഷാനവാസിനെ എക്സ്പോസ് ചെയ്തതിനെ പറ്റിയും ഷാനവാസ് ഉറക്കം നടിച്ച് കിടന്നതിനെ പറ്റിയെല്ലാം ഇവരുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അക്ബർ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ ഒരു കാര്യം തീരുമാനിച്ച് ഉറച്ചാണ് പോകുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ഏതറ്റം വരെ പോയാലും സ്വന്തം വ്യക്തിത്വം വിട്ട് കളിക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് എന്നെല്ലാം ശൈത്യയോടും ബിൻസിയോടും പറഞ്ഞിട്ട് അക്ബർ അവിടെ നിന്ന് പോയി. ഇതെല്ലാം പറഞ്ഞിട്ട് അങ്ങ് പോയി കഴിയുമ്പോൾ ബിൻസി ശൈത്യയോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇതൊന്നും കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ അവരെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇടപഴകുന്ന ഒരു വ്യക്തിയാണ് ഈ അക്ബർ. അക്ബറിന്റെ ഗെയിമിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്നൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. എനിക്ക് തോന്നിയത് അക്ബർ വളരെ കണ്ണിങ് ആണ്. ഗെയിമിനെ ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് കാണാൻ നോക്കുന്നുണ്ട്. പക്ഷെ പ്രീ പ്ലാൻ ചെയ്തൊരു പരിപാടിയൊന്നും ആയിരിക്കില്ല. അപ്പപ്പോൾ വരുന്ന ഗെയിമിനനുസരിച്ച് ഓരോ പ്ലാനുകൾ ഉണ്ടാക്കി അത് എക്സിക്യൂട്ട് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് അക്ബറിൻ്റെതെന്നാണ് എനിക്ക് മനസ്സിലായത്. അക്ബർ തന്നെ പറയുന്നുണ്ട് ആരെയും അവിടെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ നേർക്ക് നേരെ വന്നു കഴിഞ്ഞാൽ അത് ഗെയിമായിരിക്കും. ഒരിക്കലും ഒരു ഫേവറിസം കാണിക്കില്ല എന്നും അക്ബർ തുറന്നു പറയുന്നുണ്ട് എപ്പോഴും. ഏതായാലും മറ്റുള്ളവർക്കൊക്കെ ഒരു ഭീഷണിയാണ് അക്ബർ, അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇതിനുശേഷം അപ്പാനിയും അക്ബറും തമ്മിലുള്ള ഒരു സംസാരം കേൾപ്പിക്കുന്നുണ്ട്. അതിനകത്ത് അക്ബർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അക്ബറിന് ആരെയും അങ്ങനെ വിശ്വാസം ഇല്ല എന്നുള്ളത്. ഷാനവാസിനെ എങ്ങനെയെങ്കിലും അടിച്ച് പുറത്ത് കളയണമെന്നും അക്ബർ പറയുന്നുണ്ടായിരുന്നു. ഒനീലും അഭിലാഷും ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരെന്തെങ്കിലും ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം അപ്പാനിക്കൊരു സംശയമുണ്ട്. ബിൻസിയുടെ അടുത്ത് പോയി ഷാനവാസിനെ എല്ലാം പറ്റി സംസാരിച്ച് നമ്മളെല്ലാം കേട്ടതാണ്. ബിൻസി എങ്ങനെയെങ്കിലും നോമിനേഷനിലേക്ക് ഇടണം എന്ന് അക്ബർ പറയുന്നുണ്ട്. ബിൻസി അപ്പോൾ അവിടെ പറഞ്ഞത് ശരിയായില്ലേ, അക്ബറിനെ കണ്ണും പൂട്ടി വിശ്വസിക്കണ്ട എന്നുള്ളത്. അപ്പോൾ അക്ബറിനെ ജഡ്ജ് ചെയ്ത ബിൻസിയാണോ, ബിൻസിയെ പൂട്ടാൻ നടക്കുന്ന അക്ബറാണോ ഒരു BB മെറ്റീരിയൽ, ഒരു ഗെയിമർ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.